നൂറ്റാണ്ടുകളോളം ആർക്കും ഒരു തുമ്പും കിട്ടാതെ ഒളിപ്പിച്ചുവെച്ചൊരു പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനുള്ളിലാണെങ്കിൽ മാന്ത്രികവിദ്യയും ജ്യോതിശാസ്ത്രവും ആർക്കും വായിക്കാൻ പറ്റാത്ത കോഡുകളും. ഇന്ന് നമ്മൾ ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ പോവുകയാണ്. ഇതാണ് 16-ാം നൂറ്റാണ്ടിലെ ആ നിഗൂഢ ഗ്രന്ഥം, സോയ്ഗയുടെ പുസ്തകം. ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോഴേ നമുക്കൊരു പന്തികേട് തോന്നും. കാരണം എന്താണെന്നോ, ഇതിലെഴുതിയിരിക്കുന്നത് മുഴുവൻ പുറകോട്ടാണ്. ഇതൊരു ഡിസൈനു വേണ്ടിയല്ല, മറിച്ച് ഇതിലെ അറിവുകൾ അർഹതയില്ലാത്തവരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂട്ടായിരുന്നു അത്. പക്ഷേ ഇതിലെ കോഡുകൾ മാത്രമല്ല നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ആത്മാക്കളെ എങ്ങനെ വിളിച്ചുവരുത്താം, എന്തിന്, അവയെ എങ്ങനെ നമ്മുടെ വരുതിക്ക് നിർത്താം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരെ ഇതിലുണ്ട്. അതായത് സംഭവം വെറും അറിവല്ല, ശക്തിയാണ് ഈ പുസ്തകം വാഗ്ദാനം ചെയ്യുന്നത്. ആത്മാക്കളെ നിയന്ത്രിക്കുന്നതിനേക്കാൾ വലിയൊരു ശക്തി എന്തായിരിക്കും? ഒരുപക്ഷേ പ്രപഞ്ചത്തെ തന്നെ മനസ്സിലാക്കുക എന്നതാകും, അല്ലേ? സോയ്ഗയുടെ പുസ്തകം അവകാശപ്പെടുന്നതും അതുതന്നെയാണ്. ലോകത്ത് നന്മ തിന്മകൾ എങ്ങനെയുണ്ടായി, ഗ്രഹങ്ങൾ എന്തിനാണിങ്ങനെ കറങ്ങുന്നത്, അങ്ങനെ പ്രപഞ്ചത്തിന്റെ ഒട്ടുമിക്ക രഹസ്യങ്ങളും ഇതിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: എന്താണ് ശരിക്കും ഈ പുസ്തകം? എന്തൊക്കെയോ മന്ത്രങ്ങളുള്ള ഒരു മാന്ത്രിക പുസ്തകമാണോ, അതോ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്നത്തെ കാലത്തെ ഒരു സയൻസ് ബുക്കോ? വാ, നമുക്കിതിന്റെ താളുകളൊന്ന് മറിച്ചു നോക്കാം. അപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിനു മുമ്പ് നമുക്കീ പേരിന്റെ രഹസ്യമൊന്ന് കണ്ടുപിടിക്കാം. എന്താണ് ഈ സോയ്ഗ? പുസ്തകത്തിന്റെ ആദ്യത്തെ പേജിൽ തന്നെ ഇങ്ങനെ എഴുതിവച്ചിട്ടുണ്ട്: അൽദറായ സിവേ സോയ്ഗ വൊക്കോർ. ഇതിലാണ് ആ വാക്ക് വരുന്നത്, സോയ്ഗ. എന്താണിതിന്റെ അർത്ഥമെന്ന് നൂറ്റാണ്ടുകളോളം ആർക്കും ഒരു പിടിയുമില്ലായിരുന്നു. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ, ഈ പേരിന്റെ കോഡ് ബ്രേക്ക് ചെയ്യാനുള്ള വഴിയും പുസ്തകത്തിൽ തന്നെ ഉണ്ട്. സോയ്ഗ എന്ന വാക്ക് പിന്നോട്ടു വായിച്ചാൽ എന്താകുമെന്ന് നോക്കൂ. ആഗിയോസ്. ഗ്രീക്കിൽ അതിനർത്ഥം വിശുദ്ധമെന്നാണ്. കണ്ടില്ലേ, പേരിൽ പോലും ഒരു പസിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ ഒരു വാചകം കാണും: അറിവിന് അജ്ഞതയല്ലാതെ മറ്റൊരു ശത്രുവുമില്ല. ഇത് സംഭവം കുറച്ച് വിചിത്രമാണ്, അല്ലേ? ഒരു വശത്ത് അറിവിനെ പ്രോത്സാഹിപ്പിക്കുന്നു, മറുവശത്ത് ആ അറിവ് മുഴുവൻ കോഡുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയുമാണ്. ശരി, അപ്പോൾ പേരിന്റെ കാര്യം ഒരുവിധം മനസ്സിലായി. ഇനി ഇതിന്റെ ഉള്ളടക്കം എങ്ങനെയാണെന്ന് നോക്കാം. പ്രപഞ്ചത്തെക്കുറിച്ച് എന്തൊക്കെ രഹസ്യങ്ങളാവും ഈ താളുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ഇത് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കൂ. ലോകത്ത് നന്മയും തിന്മയും എങ്ങനെയുണ്ടായി, നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ ദ്രവങ്ങൾ എങ്ങനെയുണ്ടായി, അങ്ങനെ പോകുന്നു ലിസ്റ്റ്. പോരാത്തതിന് ദുരാത്മാക്കളുടെ സ്വഭാവത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അതായത് ജ്യോതിശാസ്ത്രവും ആത്മീയതയും അക്കാലത്തെ മെഡിസിനുമെല്ലാം കൂടി ചേർന്ന ഒരു സംഭവമാണിത്. അപ്പോൾ എങ്ങനെയാണ് പുസ്തകം ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? നമ്മുടെ വിധിയും ആത്മാക്കളും നക്ഷത്രങ്ങളുമൊക്കെ തമ്മിൽ എന്താണ് ബന്ധം? നമുക്ക് നോക്കാം. ഇതെത്രത്തോളം ഡീറ്റെയിൽഡ് ആണെന്നറിയണോ? ഒരു ഉദാഹരണം പറയാം. ഏരീസ് രാശിയിലെ നക്ഷത്രങ്ങളുടെ സ്വഭാവം നോക്കി ഒരാൾ എത്ര കാലം ജീവിച്ചിരിക്കുമെന്നുവരെ ഇതിൽ പ്രവചിക്കുന്നുണ്ട്. ചൂടുള്ള നക്ഷത്രങ്ങളുടെ സ്വാധീനത്തിൽ ജനിച്ചാൽ കൂടുതൽ കാലം ജീവിക്കും, തണുത്ത നക്ഷത്രങ്ങളാണെങ്കിൽ ആയുസ് കുറവായിരിക്കും എന്നൊക്കെയാണിതിൽ പറയുന്നത്. അവിശ്വസനീയം അല്ലേ? ഇങ്ങനെയുള്ള ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകളുടെ ഇടയ്ക്കാണ് പുസ്തകം നമ്മളെ പെട്ടെന്ന് പേടിപ്പിക്കുന്നൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. ജീവനോടിരിക്കുമ്പോൾ തന്നെ എങ്ങനെ മരിച്ചതായി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വരെ ഇതിലുണ്ട്. ഇത് ശരിക്കും ഈ പുസ്തകത്തിന്റെ അപകടം പിടിച്ചൊരു വശം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഏറ്റവും സങ്കീർണമായ ഭാഗത്തേക്ക് പോകാം. ഇതിനകത്തെ മാന്ത്രിക വിദ്യയുടെ ഭാഷ, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. പുസ്തകത്തിന്റെ താളുകൾ മറയ്ക്കുമ്പോൾ നമ്മൾ രണ്ട് ലോകങ്ങൾ ഒരുമിച്ച് കാണും. ഒരു സൈഡിൽ നോക്കിയാൽ കണക്കുപോലെ കൃത്യമായ ജ്യോതിഷത്തിന്റെ ചാർട്ടുകൾ. ഇനി മറുഭാഗത്ത് നോക്കിയാലോ പലതരം ആത്മാക്കളുടെയും അവരുടെ സഹായികളുടെയും നീണ്ട ലിസ്റ്റുകൾ. അതായത് സയൻസും മാജിക്കും തമ്മിലുള്ള ആ ഒരു അതിർവരമ്പില്ലേ, അത് ഈ പുസ്തകം ഏതാണ്ട് പൂർണ്ണമായിട്ടും മായ്ച്ചു കളയുന്നുണ്ട്. ഇതിലെ മാന്ത്രിക വിദ്യകൾ അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ഉദാഹരണത്തിന്, പ്രകൃതിയിലുള്ള ഓരോ കാര്യങ്ങളെയും, അതായത് തീ, വെള്ളം, കാറ്റ് എന്നിവയെ അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക ലിസ്റ്റിൽ നിന്ന് അക്ഷരങ്ങളൊരു പ്രത്യേക ഓർഡറിൽ എടുത്ത് പുതിയ വാക്കുകളും പട്ടികകളും ഉണ്ടാക്കുന്നു. ഇതൊക്കെ വെറും വാക്കുകളല്ല, മനുഷ്യരുടെ മനസ്സിനെ വരെ മാറ്റാൻ കഴിവുള്ള ശക്തികളായിട്ടാണ് ഈ പുസ്തകം ഇതിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുവാണ്. ശരിക്കും എന്താണ് ഈ സോയ്ഗയുടെ പുസ്തകം? പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അടങ്ങിയ ഒരു ജ്ഞാനഗ്രന്ഥമാണോ, അതോ ആരും ഉപയോഗിക്കാൻ പാടില്ലാത്ത നിരോധിക്കപ്പെട്ട മാന്ത്രിക വിദ്യകളടങ്ങിയ ഒരു കൈപ്പുസ്തകമാണോ? ചിലപ്പോൾ ആ ഉത്തരം എന്നേക്കുമായൊരു രഹസ്യമായി തന്നെ തുടരുമായിരിക്കും.